കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നികൾ ഒടുവിൽ നഗരത്തിലുമെത്തി. തൊടുപുഴ ടൗണിലാണ് ബുധനാഴ്ച രാത്രിയിൽ കാട്ടുപന്നികളെ കണ്ടെത്തിയത്. മങ്ങാട്ടുകുല MB ടവറിന് സമീപമാണ് ഇവയെ കണ്ടത്. നഗരത്തിലൂടെ ഇവർ കടന്നു പോകുന്നത് CCTV ക്യാമറകളിൽ നിന്നും ലഭ്യമായി. MB ടവറിൽ ഉണ്ടായിരുന്ന കവി തൊമ്മൻകുത്ത് ജോയി ഇവയെ കണ്ടിരുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാട്ടുപന്നികളെ കണ്ടതെന്ന് തൊമ്മൻകുത്ത് ജോയി പറഞ്ഞു. എൻ്റെ പേര് തൊമ്മൻകുത്ത് ജോയി എന്നാണ്. ഞാൻ MB ടിമ്പേഴ്സിലെ രാത്രി കാവൽക്കാരനാണ്. വ്യാഴാഴ്ച വെളുപ്പിന് 2 മണിയായപ്പോൾ ഞാനൊരു അനക്കം കേട്ട് പുറത്ത് ഇറങ്ങിയപ്പോൾ 2 കാട്ടുപന്നി വന്ന് മെയിൻ റോഡിൽ തന്നെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ നേരം ഞാൻ കൗതുകത്തോടു കൂടി നോക്കി നിന്നു. പിന്നെ അല്പം കൂടെ റോഡിലേക്ക് ഇറങ്ങിച്ചപ്പോൾ ഇത് രണ്ടും കൂടെ തിരിച്ച് ഓടി ന്യൂമാൻ കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ പട്ടണത്തിൽ ഇങ്ങനെ കാട്ടുപന്നിനെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു കൗതുകം തോന്നിയ കാരണം കുറേ നേരം പുറകെ സഞ്ചരിച്ചു. പിന്നെ അത് വേഗത്തിൽ ഓടി പോകുക. ഏതാണ്ട് ഒരു 40 കിലോയ്ക്ക് മേലെയുണ്ട് വലുപ്പം. രണ്ടെണ്ണം ഒരേ രീതിയിലുള്ള വലുപ്പത്തിലുള്ള കാട്ടുപന്നിയാണ്. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. അക്കാഡമിയിൽ നിന്ന് തന്ന ടെക്നിക്സും സ്ട്രാറ്റജീസും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇവിടുത്തെ റിയൽ ടൈം ടെസ്റ്റ് പ്രാക്ടീസസും കൊണ്ട് എനിക്ക് എൻ്റെ സ്കോർ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ്. അതായത് ഒരു ഇന്റർവ്യൂയുടെ മുന്നിൽ ഇരുന്ന് നെർവസ് ആകണ്ട. എല്ലാം സിമ്പിൾ ആൻഡ് ഈസി ടു ഹാൻഡിൽ. പിന്നെ റിസൾട്ടിനായി കാത്തിരിക്കുകയും വേണ്ട. വെറും 48 മണിക്കൂറിൽ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ. സ്വിഫ്റ്റ് ആൻഡ് റെഡി ടു മൂവ്. ലാസ്റ്റ് വീക്ക് പ്രിപ്പറേഷൻസ് എനിക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലൈക്ക് ഡെയിലി ഉള്ള മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എക്സാമിന് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടൈം മാനേജ്മെന്റിനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം.